വിഷ്ണു, ED ഇനിയിപ്പോൾ ഈ പ്രതികളെ പോറ്റി മുതൽ തന്ത്രി വരെയുള്ള കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണല്ലോ. ഇന്നലെ ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം സംബന്ധിച്ച കേസ് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നല്ലോ. ഇനി എന്തൊക്കെയാണ് ഇതിൽ കൂടുതൽ സംഭവിക്കാൻ പോവുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിഷ്ണു? ദിലീപ്കുമാർ, ED ഈ കേസുമായി ബന്ധപ്പെട്ട അതിവേഗ നടപടിയിലേക്ക് കടക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏറ്റവും ആദ്യം തന്നെ ഇന്നലെ ECIR രജിസ്റ്റർ ചെയ്തു. അത് ഈ SITയിൽ നിന്ന് ലഭിച്ച FIRന്റെയും അവരുടെ അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ECIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2 കേസുകളാണ് SIT രജിസ്റ്റർ ചെയ്തെങ്കിൽ ED ഇത് ഒറ്റ കേസായിട്ട് ECIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് കട്ടിളപ്പാളി കേസും അതോടൊപ്പം തന്നെ ഈ ദ്വാരപാലക ശില്പ സ്വർണം കവർന്ന കേസും അത് ഒറ്റ കേസായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 2 കേസിലെയും പ്രതികൾ ഈ ഒറ്റ കേസിൽ വരും. കള്ളപ്പണം തടയൽ നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. EDയുടെ അടുത്ത നടപടി എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഇടപാടുകൾ, പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ്, ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാടാണ് ED ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. അതായത് ഇവർ 3 പേരും ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയതെന്ന് SIT തന്നെ കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇവർ 3 പേരും തമ്മിലുള്ള ഇടപാട്, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഒപ്പം റിമാൻഡിലുള്ള പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്യാൻ ED കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. കൊല്ലം ജില്ലാ വിജിലൻസ് കോടതിയിലായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. ഒപ്പം ഈ പ്രതിപട്ടികയിൽ പുറത്തുള്ള ആളുകൾ ഈ ചോദ്യം ചെയ്യലിനെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ED സ്വാഭാവികമായും ഈ കേസിൽ നിലവിൽ സ്ഥാനമൊഴിഞ്ഞ PS പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളിലേക്ക് ചോദ്യം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ED അങ്ങനെ ഈ പ്രതിപട്ടികയിൽ അകത്തുള്ള ആളുകളെ മാത്രമല്ല, നേരത്തെ കരുവന്നൂർ പോലുള്ള കേസുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്, പ്രതിപട്ടികയിലുള്ള ആളുകൾ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകളെയൊക്കെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് നമ്മൾ കണ്ട. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഇവിടെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ആദ്യഘട്ടത്തിൽ ഈ 3 പേരെ കേന്ദ്രീകരിച്ച് ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ 3 പേരെ കേന്ദ്രീകരിച്ചാണ് EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുക. അടുത്ത ദിവസം തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയാനുള്ള നടപടിയിലേക്ക് ED കടക്കും. ദിലീപ്, വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്. അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.